അനന്ത പത്മനാഭ സ്വാമി ക്ഷേത്രം. നമ്മൾക്കെല്ലാം കേട്ടുപരിചയമുള്ള തിരുവനന്തപുരത്തുള്ള നമ്മുടെ സ്വന്തം പത്മനാഭസ്വാമി ക്ഷേത്രം. ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ഹിന്ദു ക്ഷേത്രമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കിഴക്കേ കോട്ടയാണ് ചിത്രങ്ങളിൽ കാണുന്നത്. നമ്മൾ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് വർഷത്തിൽ 2 തവണ മാത്രം സംഭവിക്കുന്ന സമരാത്ര ദിനങ്ങൾ എന്ന പ്രതിഭാസം നേരിൽ കാണുന്നതിനാണ്. ഈ ദിവസങ്ങളിലാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഗോപുരത്തിലെ എല്ലാ കിളിവാതിലുകളിലൂടെയും സൂര്യൻ കടന്നു പോകുന്നത്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ വടക്ക് കിഴക്കായി സ്ഥിതി ചെയ്യുന്ന തീർത്ഥക്കുളമാണ്, പത്മ തീർത്ഥക്കുളം. ഇതിനോട് ചേർന്നായിട്ടാണ് കുതിരമാളിക കൊട്ടാരം അല്ലെങ്കിൽ പുത്തൻമാളിക കൊട്ടാരം എന്നറിയപ്പെടുന്ന ഈ പാലസ് സ്ഥിതി ചെയ്യുന്നത്. അതിൻ്റെ പുറം കാഴ്ചകൾ ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മാർച്ച് 21-നും സെപ്റ്റംബർ 23-നുമാണ് സമരാത്ര ദിനങ്ങൾ അല്ലെങ്കിൽ വിഷുവങ്ങൾ അല്ലെങ്കിൽ ഇക്വിനോക്സ് എന്നറിയപ്പെടുന്ന പ്രതിഭാസം സംഭവിക്കുന്നത്. സൂര്യൻ ഭൂമധ്യരേഖയുടെ നേർ മുകളിൽ വരുമ്പോഴാണ് വിഷുവങ്ങൾ അതായത് സമരാത്ര ദിനങ്ങൾ സംഭവിക്കുന്നത്. ഈ ദിനങ്ങളിലാണ് ഈ അമ്പലത്തിൻ്റെ ഗോപുരത്തിലെ എല്ലാ കിളിവാതിലുകളിലൂടെയും സൂര്യൻ കടന്നു പോകുന്നത്. സൂര്യൻ ഭൂമധ്യരേഖയ്ക്ക് മുകളിൽ വരുന്ന ഇന്ന്, അതായത് സെപ്റ്റംബർ 23, ഇന്ന് നമ്മളിവിടെ വന്നിരിക്കുന്നത് ഈ കാണുന്ന എല്ലാ ഗോപുരങ്ങളിലൂടെയും സൂര്യൻ കടന്നു പോകുന്നത് കാണാനാണ്. മേഘാവൃതമായ അന്തരീക്ഷമാണ്. ഈ പ്രതിഭാസം കാണാൻ സാധിക്കുമെന്ന് ഉറപ്പില്ല. എങ്കിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പരമ്പരാഗത കേരള ദ്രാവിഡ ശൈലിയിൽ നിർമ്മിച്ച ക്ഷേത്രത്തിൻ്റെ ഗോപുരങ്ങളാണ്. ഈ ഗോപുരം തഞ്ചാവൂർ മാതൃകയിൽ 100 അടിയോളം ഉയരത്തിൽ 7 നിലകളിലായി സ്ഥിതി ചെയ്യുന്ന ഗോപുരമാണ്. ഇതിൽ 7 സ്വർണ്ണ താഴികക്കുടങ്ങളും 7 കിളിവാതിലുകളുമുണ്ട്. ഈ കിളിവാതിലിലൂടെയാണ് സൂര്യൻ കടന്നു പോകുന്നത്. ചരിത്ര പ്രാധാന്യമുള്ള ഈ ക്ഷേത്രാങ്കണത്തിൽ വരുന്നതും അതിൻ്റെ ചരിത്രം ഫീൽ ചെയ്യുന്നതും നല്ലൊരു അനുഭൂതിയാണ്. നൂറ്റാണ്ടുകളോളം എത്ര പവിത്രമായിട്ടാണ് ഈ ക്ഷേത്രം കാത്തു പരിപാലിച്ചു പോരുന്നത്.